ഒരു ചില്ലി കാശ് കുറയാണ്ട് മേടിച്ചോണം. മനസ്സിലായോ നിനക്ക്? അച്ചാജി എടോ, ആ മൂലക്കിരിക്കണ അച്ചാർ കുപ്പി മുഴുവൻ ചാറായ ഷാപ്പിൽ കൊടുത്താ മതി. സ്പെഷ്യലാ. അതെന്താ ചാറായ ഷാപ്പിനൊരു സ്പെഷ്യല്? അതെ, ഇന്നലെ അച്ചാർ വെച്ചിരുന്ന പൊട്ടിയ പറഞ്ഞ് 2 പല്ലി വീണു. ഞാൻ തപ്പി നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ എല്ലാം കൂടെ കുത്തി ഇളക്കി അങ്ങ് വെച്ചു. ചാറായ ഷാപ്പിലാവുമ്പോ നമുക്ക് കുഴപ്പമില്ലല്ലോ. അത് നന്നായി, നമുക്ക് നഷ്ടം വേണ്ട. നീ എന്താണോ ഓക്കാനിക്കുന്നേ? ഗർഭമുണ്ടായിരിക്കുന്നോ? എടാ, ഇതുണ്ട്. സാറന്മാർക്കുള്ള ചോറും കൂടി കൊണ്ടുപോ. എന്താടാ, നീ ഒറ്റയ്ക്ക് ഇത്രയും തിന്നുവല്ലോ. വേഗം പൊക്കോട്ടെ. പേടിച്ചു പോയി. അവിടുത്തെ എത്തിയോ? ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു? എന്തൊക്കെയാ വിഭവങ്ങള്? ഒരു തട്ട് പച്ചരിച്ചോറ്, ഒരു ബക്കറ്റ് സാമ്പാർ, ഒരു കലം വളിച്ച മോര്. ഇതല്ലാതെ വേറെ എന്തുണ്ടാവാനാ സാറേ? സ്പെഷ്യൽ എന്താണോ? 6 പപ്പടം 3 രൂപ, മോർ 1 രൂപ, അച്ചാറിന് 25 പൈസ. കോവളം അച്ചാറിന് വില കുറഞ്ഞിരിക്കുന്നു. എന്ത് പറ്റിയോ കൊയിലാളെ? എന്റെ പൊന്ന് സാറേ, വിഷമിപ്പിക്കുന്ന ചോദ്യം ഒന്നും ചോദിക്കരുതേ. ആ കാശിങ്ങനെ 4 ഉണക്ക പപ്പടത്തിനും പുളിച്ച മോരിനും ബില്ല് കൊടുത്തയക്കുന്ന ഏതെങ്കിലും ഭാര്യമാർ ഈ പൂമുഖത്ത് എവിടെയും കൊണ്ടോടൂ. 4 രൂപ 25 പൈസ കൊണ്ടുപോയി കൂടെ. സാറേ, ഇത് കമ്പനികൾ തമ്മിലുള്ള ബിസിനസ്സാണ്. പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം? പിന്നെ ഈ 2 കൊച്ചു പാത്രങ്ങൾ തകർത്ത് വെച്ചിട്ട് പൊക്കൂ. ഇതിനടുത്ത് പൊക്കാനുള്ള ത്രാണി എനിക്കില്ല. നിങ്ങൾ എന്താ ഈ കാട്ടുന്നത്? ഒരുപാട് ചീഞ്ഞു പോയി കൊച്ചമ്മേ. എന്താ ചീഞ്ഞാല്? ഒന്ന് ഉടച്ചൊഴിച്ചാൽ നല്ല കൊഴുപ്പ് കിട്ടും. പുഴു കാണും കൊച്ചമ്മേ. വെളുത്തുള്ളി കൂടി ചേരുമ്പോ അറിയാൻ പറ്റില്ല. നിങ്ങൾ ഇതുകൂടി ഇട്ടൊന്ന് വഴട്ട്. കഴിഞ്ഞല്ലോ ചേച്ചി? പപ്പടത്തിന് ഇനിയും വില കൂട്ടണം എന്നാ തോന്നുന്നത്. ഇല്ലെങ്കിൽ നമ്മൾക്ക് മുതൽ വരുന്നില്ല കോമളം. അപ്പൊ പപ്പടം കഴിക്കുന്നവരുടെ എണ്ണം കുറയുമല്ലോ. എന്നാലും പപ്പടത്തിന് വില കൂടുമല്ലോ. ഈ പണ്ടാരം കൂർക്കൻ എവിടെ പോയി കിടക്കുന്നു? കുരിശുമൂടെ കുരിശുമൂടെ കുരിശുമൂടെ, കുരിശുമൂടെ കുരിശുമൂടെ കുരിശുമൂടെ. ഒരാൾക്ക് 2 രൂപ, ഒരാൾക്ക് 2 രൂപ. കുരിശുമൂടെ, കുരിശുമൂടെ 1 രൂപ വരെ. 1 രൂപ മതി. പക്ഷെ പാതി വഴിയിൽ ഇറങ്ങിക്കോണം. ഓരോന്ന് കുറ്റിയും പുറത്തോട്ട് പോ.